ഒരാൾ കോൺവെക്സ് ലെൻസിലെ ഇമേജ് ഫോർമേഷൻ വരക്കാൻ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ പാരലൽ റേസ് മൂവ് ചെയ്ത് വരക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ വരച്ചു. കറക്റ്റാണോ ഇത്? 12ാം ക്ലാസ്സിലെ റേ ഓപ്റ്റിക്സ് എന്ന ചാപ്റ്ററിലെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല പഠിച്ച ഒരാൾക്ക് ഇത് കറക്റ്റാണെന്ന് പറയാൻ പറ്റും. കണ്ടീഷൻസ് ഉണ്ട്. എന്താണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല? അതിൻ്റെ ഒരു ഗ്രേറ്റ് ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ ഫിഗറിൽ കാണാൻ പോകുന്നത്. സോ ഒരു കോൺവെക്സ് ലെൻസ് നമുക്ക് ഏത് മീഡിയത്തിലും വേണമെങ്കിലും വെക്കാം, ഇല്ലേ? കോൺവെക്സ് ലെൻസ് ഇസ് മേഡ് അപ്പ് ഓഫ് ഗ്ലാസ്. ഈ ഗ്ലാസ് നമുക്ക് എയറിൽ വെക്കാം, വാട്ടറിൽ വെക്കാം, ഓർ അനദർ ലിക്വിഡ്, ഏത് ലിക്വിഡിൽ വേണേൽ വെക്കാം. അതിനനുസരിച്ച് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് മാറും. ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടുന്നത് ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. 12ാം ക്ലാസ്സിലെ റേ ഓപ്റ്റിക്സ് ആൻഡ് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. എങ്ങനെ അതിനെ ഈ ആപ്ലിക്കേഷനിലേക്ക് ലിങ്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു Emtees Academy. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. എപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സോ സ്റ്റേ ട്യൂൺഡ് ഇൻ ദിസ് ചാനൽ. കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്താൻ ഇത് സഹായിക്കും. ലെൻസ് മേക്കേഴ്സ് ഫോർമുല, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ N1 എന്നുള്ളത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദിസ് മീഡിയം വേർ ലെൻസ് ഇസ് കെപ്റ്റ്. ലെൻസ് അത് മേഡപ്പ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ഗ്ലാസ്. ആ ഗ്ലാസിന്റെ റിഫ്രാക്റ്റൻസ് നമ്മൾ N2 എന്നെടുക്കാം. N1 ആൻഡ് N2 ഇത് എടുത്തു കഴിഞ്ഞാൽ ലെൻസ് മേക്കേഴ്സ് ഫോർമുല വെച്ചിട്ട് നമുക്ക് സ്ഥാപിച്ചെടുക്കാം. ഇങ്ങനെ ഒരു സ്പെഷ്യൽ മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഈ N1 ഉം N2 ഉം തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് നമുക്ക് റേസ് പാരലായിട്ട് വരക്കാം. എന്ന് പറഞ്ഞാൽ അവിടെ ലെൻസിന്റെ ഉപയോഗം വരുന്നില്ല. കോൺവെക്സ് ലെൻസ് ആക്ച്വലി എന്താ ചെയ്യുന്നത്? കൺവെർജിങ് അല്ല ചെയ്യുന്നത്. അതിവിടെ നടക്കുന്നില്ല. അത് എപ്പോഴാന്ന് വെച്ചാൽ അതിനാദ്യം നമ്മൾ എന്താണ് ഫോർമുല നോക്കാം. ഇതാണ് അവിടുത്തെ ഫോർമുല വരുന്നത്. 1/f is equal to N21 minus 1 into 1/R1 minus 1/R2. ഇവിടെ N21 എന്ന് പറഞ്ഞാൽ അത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദിസ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു മീഡിയം ആണ്. R1 R2 എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ഈച്ച് സർഫസ് ആണ്. ബൈ കോൺവെക്സ് ലെൻസ് ആണല്ലോ. ആ തിൻ കോൺവെക്സ് ലെൻസിന് രണ്ട് സർഫസ് ഉണ്ട്. R1 എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ഫസ്റ്റ് സർഫസ് ആണ്. R2 എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് സെക്കൻഡ് സർഫസ് ആണ്. എഫ് അതിന്റെ ഫോക്കൽ ലെങ്തും. ഈ N21 എന്നുള്ളത് നിങ്ങൾ ലെൻസുമായിട്ട് ബന്ധപ്പെട്ട റിഫ്രാക്ഷൻ, ലോസ് ഓഫ് റിഫ്രാക്ഷനിൽ പഠിച്ചിട്ടുണ്ടാവും. N21 എന്ന് പറഞ്ഞാൽ N2 ഡിവൈഡ് ബൈ N1 ആണ്. N2 എന്നാണ് റിഫറൻസ് ഓഫ് ഗ്ലാസ് പറഞ്ഞു, N1 അതിന്റെ മീഡിയം ആണ്. ഇഫ് N2 ഈക്വൽ ടു N1 ആണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും നോക്കാം. N2 ഈക്വൽ ടു N1 ആണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുവാണ് N21 is equal to 1. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുലയിൽ 1 minus 1 0 വരുമല്ലോ. സോ 1/f is equal to 0 എന്ന് വരും. 1/f is equal to 0 എന്ന് വരും. എന്ന് പറഞ്ഞാൽ f is infinity. ഫോക്കൽ ലെങ്ത് ഇൻഫിനിറ്റി ആവുന്നു. അതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് വരുന്നത്. f become infinity. ഫോക്കൽ ലെങ്ത് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു പ്ലെയിൻ സർഫസ് ആയിരിക്കും. കൺവെർജൻസ് ഉണ്ടാവില്ല, ഡൈവർജൻസ് ഉണ്ടാവില്ല. സ്ഫെറിക്കൽ സർഫസ് മാത്രം നമുക്ക് കൺവെർജൻസും ഡൈവർജൻസും നടക്കുന്നത്. ഒരു പ്ലെയിൻ സർഫസിന് ഈക്വലൻ്റ് ആയിരിക്കും. സോ N1 ഉം N2 ഈക്വൽ ആയി കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഇൻഫിനിറ്റി ആവും ഒരു ലെൻസിൻ്റെ. ആ ലെൻസിനെ നമുക്ക് ഇങ്ങനെ തന്നെ വരക്കാം. സോ ദിസ് ഡ്രോയിങ് ഇസ് കറക്റ്റ്. ഒരു നോർമൽ കോൺവെക്സ് ലെൻസ് എയറിൽ വെച്ചു, അവിടെ ഇങ്ങനെ വരക്കാൻ പറ്റില്ല. കാരണം എയർ എന്നുള്ളത് ഒരു റയർ മീഡിയമാണ്. ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും എയറിൻ്റെതും ഡിഫറെൻ്റ് ആണ്. ഒരു മീഡിയം, ഒരു ലിക്വിഡിൽ N1 ഉം N2 ഈക്വൽ ആയി കഴിഞ്ഞാൽ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. സോ ഈ ഫിഗർ കറക്റ്റാണ്. ലെൻസ് മേക്കേഴ്സ് ഫോർമുലയെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം ഇനി വരുന്ന വീഡിയോസിൽ. വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. Emtees Academy.